എന്റെ പൊന്നു കൊച്ചി ഒന്ന് പെട്ടെന്ന് കഴിക്ക്. സ്കൂൾ ബസ് ഇപ്പൊ വരും എന്ന് നിന്റെ ടീച്ചറിനോട് സംസാരിക്കാൻ എനിക്ക് വയ്യ. എന്റെ അമ്മ കഴിക്കല്ലേ, വെപ്രാളപ്പെടുത്താതെ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇരിക്കല്ലേ, അച്ഛൻ എന്നെ കൊണ്ടാക്കിക്കോളും. സോറി ആരു, നിന്നെ എനിക്ക് കൊണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതെനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോ നിന്നെ കൊണ്ടാക്കാനിരുന്നാ എന്റെ സമയം പോവും. അത് കുഴപ്പമില്ല, ചേച്ചി ഇരിക്കല്ലേ, ചേച്ചി എന്നെ കൊണ്ടാക്കിക്കോളും. അതേടി, നിന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നതല്ലേ എന്റെ പണി. എനിക്ക് എന്റെ കോളേജിൽ പോണം. അച്ഛൻ പറഞ്ഞ പോലെ നിന്നെ കൊണ്ടാക്കാനിരുന്ന എന്റെ സമയം പോവും. എന്റെ പൊന്നാരു, ഇതെല്ലാം കേൾക്കുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് കഴിച്ചെന്നിട്ട് പോകുന്നല്ലേ. പോവാ അമ്മ, ഞാൻ പോവാണേ. പോയിട്ട് വാ. എന്റെ അഞ്ചു ഒന്ന് എണ്ണീക്ക്, നിനക്ക് കോളേജിൽ പോണ്ടേ. ഇതാ അനന്ത ഇപ്പൊ വരും. ഓ, ഇതിനൊരു അനക്കം ഇല്ലല്ലോ. ഇത് സമയം 9 ആയിടി, 9:30 ബസ്സല്ലേ. അയ്യോ, 9 മണിയോ? അപ്പൊ എന്താ നേരത്തെ വിളിക്കാത്തെ? ദേ അഞ്ചു, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇപ്പൊ കുളിച്ച് റെഡി ആവാം അങ്ങോട്ട്. അഞ്ജു. മോളോ, കയറി വാ. അഞ്ജു എവിടെ ആന്റി? എന്റെ മോളെ ഒന്നും പറയണ്ട, 9 മണിക്ക് എഴുന്നേറ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ റെഡിയായി. ഒന്ന് പെട്ടെന്ന് വരൂ. വരുവാ. എടി, ഒരു മിനിറ്റ്. എന്താ? ഇത് നോക്ക്. എടി 2 മിനിറ്റ് എടി, എന്റെ കൂടെ ഒന്ന് വീട്ടിൽ വാടി, ഇതൊന്ന് മാറ്റിയിട്ട് വരാം. എടി ബസ് ഇപ്പൊ വരും. അയ്യോ, ഇതിട്ടുണ്ട് കോളേജിൽ പോയി എന്റെ ഓറ പോവും. അവളുടെ വാ. എന്റെ ദൈവമേ, ഇതാ ബസ്. ഇങ്ങോട്ട് ഓടി വാ. അയ്യോ, സോറി. അയ്യോ, നമ്മൾ ഓടണ എല്ലാരും കണ്ടു കാണൂലേ. ഓറ പോയി. അവളുടെ ഓറ. ഈ ബസ് കിട്ടിയത് തന്നെ ഭാഗ്യം. ദൈവമേ, ഇതെന്ന് പഠിക്കാൻ പോയി തുടങ്ങിയോ അന്ന് തൊട്ട് പറയുന്നതാ പെട്ടെന്ന് കഴിക്കുമെന്ന്. അത് ശരിയാ, ഞാൻ എന്നോട്ട് പഠിക്കാൻ പോയി തുടങ്ങിയോ അന്ന് തൊട്ട് കേൾക്കുന്നതാ പെട്ടെന്ന് കഴിക്കുമെന്ന്. അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ. അമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് കഴിക്കാനുള്ള കോൺസെൻട്രേഷന് പോവും. ആരു, മിണ്ടാതിരുന്ന് കഴിക്ക്. അനു, വാ ഫുഡ് കഴിക്ക്. ചേച്ചി പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടാക്കോ? ഒന്ന് പോയേടി, ഞാനും അഞ്ചു ഒരുമിച്ചാ പോകുന്നേ. അത് മാത്രല്ല, ഇന്ന് ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് കയറുന്ന ദിവസം. നിക്ക്, അത് അർജുനല്ലേ? ശരിയാ. ഹേ അർജുൻ. യെസ്. എന്റെ ദൈവമേ, അഞ്ജന. എടാ നിക്ക്. എന്താ നിനക്ക് വേണ്ടേ? നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നേ? ഈ കമ്പനി ഉണ്ടപ്പോ ഒന്ന് കേറി കാണാൻ തോന്നി, അതുകൊണ്ട് വന്നതാ. കളിയാക്കിയതാണല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? നീ ഇപ്പോഴും സിംഗിൾ ആണോ? അഞ്ജന, ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. ആൻഡ് ഞാനിപ്പോ ഇവിടുത്തെ സിയുടെ പി ആണ്. സോ ബിഹേവ്. പി അല്ലേ, അല്ലാതെ സിയോ അല്ലല്ലോ. പിന്നെ ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല. നെക്സ്റ്റ് മന്ത് 15-ാം തീയതി എന്റെ എൻഗേജ്മെന്റ് ആണ്. അതിന് നീ വരണം. എന്ത്? ആരാ അത്? ഹീസ് ഫ്രം ലണ്ടൻ, ബട്ട് ഓൾസോ ഹീസ് എ മലയാളി. ആള് ഡോക്ടറാ. എന്നാ ശരി, ഞാൻ പോവാ. എന്തിനാടി നീ കള്ളം പറഞ്ഞേ? നീയും കണ്ടതല്ലേ അവന്റെ പട്ടി ഷോ. പിന്നെ അവനെന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളില് ആ ഇഷ്ടം അവനിൽ നിന്ന് എനിക്ക് കേൾക്കാനും പറ്റും. കേട്ടാ മതി. മേ കം ഇൻ സർ? യെസ് സർ, ന്യൂ ജോയിൻസ് വന്നിട്ടുണ്ട്. അർജുൻ, ആരൊക്കെയായിരുന്നത്? അനന്ത ആൻഡ് അഞ്ജന. ഓക്കെ. മേ ഐ കം ഇൻ സർ? യാ, കം ഇൻ. നെയിം? അനന്ത. യാ, തന്ന ഫയൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തു സർ. ഓക്കെ, യു ക്യാൻ ലീവ് നൗ. താങ്ക് യു സർ. ഹലോ, എന്താ? നാളെ സൺഡേ അല്ലേ, ഷോപ്പിങ്ങിന് പോയാലോ? പിന്നെന്താ, നമുക്ക് പോവാം. എന്നാ ശരി. ഹേ അനന്ത. ഹായ് സർ. നിങ്ങളെന്താ ഇവിടെ? ഹേയ്, ചുമ്മാ ഈ മോള് കണ്ടപ്പോ ഒന്ന് കേറി കാണാൻ തോന്നി, അതുകൊണ്ട് വന്നതാ. വേണ്ട, ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾക്ക് പരസ്പരം മുന്നേ പരിചയമുണ്ടോ? ഉണ്ടോന്നോ? പണ്ട് എന്റെ പുറകെ നടന്ന ആളാ. അപ്പൊ ഇപ്പോഴോ? അയ്യോ, ഇപ്പോഴില്ല. ഐ എം
getting engaged with a Malayali doctor in London. ഓ നൈസ് നൈസ്. ആ മതി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് 4 പേർക്കും ഇന്ന് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാം. അയ്യോ സാർ, അത് പിന്നെ ഹേയ്, ഈ സാറ് വിളിക്ക് ഓഫീസിൽ മതിയടോ. ഇപ്പൊ നമ്മൾ പുറത്തല്ലേ. അതന്നെ, നിങ്ങൾ വാ. നിങ്ങൾക്ക് എന്താ കഴിക്കേണ്ടെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. പിന്നെന്താ? പിന്നെ നിങ്ങളെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയേ, കേക്കട്ടെ. ആ, എന്റെ വീട്ടില് ഓ നിക്ക്. ആദ്യം അനന്ത പറയട്ടെ. പറയാ അനന്ത, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഞാനും അനിയത്തിയും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ആഹാ, നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ. ഇയാളുടെ വീട്ടിലോ? എന്റെ വീട്ടില് ഞാനും അമ്മയും അച്ഛനും ഉണ്ട്. ആരവന്റെ വീട്ടിലോ? ഞാൻ മാത്രം. അതെന്താ ഒറ്റയ്ക്കാ താമസം? അതെ. അതെന്തേ? ഇവന് 12 വയസ്സുണ്ടായിരുന്നപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതില് ഇവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഓ സോറി. ഹേയ്, ഇറ്റ്സ് ഓക്കെ. ദ ഫുഡ് വന്നു, കഴിക്കേ. നിങ്ങളിനി എങ്ങനെയാ പോകുന്നേ? കാറുണ്ട്, അതേ പോവും. എന്നാ സൂക്ഷിച്ചു പോണേ അനന്താ. എന്നാ ശരി, ബൈ. പോയിട്ട് വാ. എന്നാ നമുക്കങ്ങ് പോയാലോ? ഹാ, പോവാ. എന്താണ് മോനെ? എന്ത്? അനന്തയോട് എന്ത്? അല്ല, അവളറിയാതെ അവളെ നോക്കുന്നതും അവളെ നോക്കി ചിരിക്കുന്നതും എന്താ ഇതിനൊക്കെ അർത്ഥം? അർത്ഥം നിനക്കെന്ത് തോന്നുന്നു? ലവ് ആണെന്നങ്ങ് കൂട്ടിക്കോ. മനസ്സിലായി. അപ്പൊ താങ്കൾക്കോ? എന്ത്? ഓ, ഒന്നും അറിയത്തില്ലായിരിക്കും. എടാ, എന്താ നീ ഉദ്ദേശിച്ചേ? അർജുൻ, കൂടുതൽ അങ്ങ് കളിക്കല്ലേ. എനിക്കെല്ലാം മനസ്സിലായി. മനസ്സിലായല്ലേ? എന്നാണാവോ താങ്കളുടെ പ്രണയം തുറന്നു പറയാൻ പോകുന്നത്? ഉടനെ ഉണ്ടാകും. ബട്ട് അവളുടെ എൻഗേജ്മെന്റ് ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? അതൊക്കെ അവളുടെ നമ്പറാടാ. അതെങ്ങനെ? അവളുടെ കണ്ണ് കണ്ടാ അറിയാം. എന്താടോ ഒരു നിനക്ക് പണ്ടേ ഉള്ള സ്വഭാവം ഇത്. നിനക്ക് ഉറപ്പുണ്ട് അവളിപ്പോ സിംഗിൾ ആണെന്ന്? അതൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ? അതൊക്കെ ഉണ്ട്. അവൾ എന്നെ നോക്കുന്ന ഓരോ നോട്ടവും, ഞാൻ സംസാരിക്കുമ്പോ അവളുടെ ചിരിയും. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതെങ്ങനെ കാണാനാ? അനന്തയെ നോക്കിയിരുന്നതൊക്കെ കാണോ? എനിക്കറിയില്ലടാ. അവൾ ആദ്യം കണ്ടപ്പോ മുതല് ഇതുവരെ ഉണ്ടാവാത്തൊരു ഫീലിങ്സ് ഉണ്ടായി. ഇവന് 12 വയസ്സുണ്ടായിരുന്നപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതില് ഇവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഹലോ, ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഹാ, ഞാൻ നോക്കട്ടെ. ശരിയെന്നാ. അനന്ത, എന്താ സാർ? നാളെ താൻ ഫ്രീ ആണോ? ആണല്ലോ. എന്താ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്കൊരു ഡേറ്റിന് പോയാലോ? അത് പിന്നെ പോവാ. ഓക്കെ. ഇയാള് പോയി വർക്ക് ചെയ്തോ? ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അനന്തയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരുപാട് ഇഷ്ടായി. പിന്നെ അനന്ത, മെയിൻ പോയിന്റിലോട്ട് വരാം. ഐ ലവ് യു. എന്താ? അതെ, പെട്ടെന്നാണെന്നറിയാം. ബട്ട് ഐ റിയലി ലവ് യു. ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് യു. അത് നീയല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. I love you too. ശരിക്കും? Of course. അപ്പൊ ഇനി എങ്ങനെയാ? എന്ത്? നമ്മുടെ ഫ്യൂച്ചർ അച്ഛനോടും അമ്മയോടും പറയണം. തീർച്ചയായും. നെക്സ്റ്റ് വീക്ക് എനിക്ക് ടോക്കിയോ കോൺട്രാക്ട് പരമായി അങ്ങോട്ട് പോകേണ്ടി വരും. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് നിന്റെ പാരന്റ്സിനോട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ സെറ്റ് ആയല്ലേ?
എന്തേ ആവണ്ടായിരുന്നു? അതല്ല, ഇവിടെ കോളേജ് മുതൽ പുറകെ നടന്നിട്ട് ഒരുത്തൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഹാ, വിധിയുടെ ഓരോരോ വിളയാട്ടങ്ങൾ. എന്തുവാടി? അഞ്ജന, ഹേ, നീ അറിഞ്ഞോ ആരവിന്റെ അനന്തയുടെ റിലേഷൻ? ആ അറിഞ്ഞു. അതിനെന്നോ? ഇവിടെ ആരൊക്കെയോ സിംഗിൾ ആണെന്ന് അറിഞ്ഞു. ഞാനൊന്നും സിംഗിൾ അല്ല. അതിന് നീയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പോവാ. ഹേ നിക്കി, എന്താ? നിന്നെ എനിക്ക് തരാൻ നിന്റെ ഡോക്ടർ സമ്മതിക്കോ? ഓ സോറി, ഫേക്ക് ഡോക്ടർ. ഇയാൾ എന്താ ഉദ്ദേശിച്ചേ? ഐ ലവ് യു. ഓ, ഏ? സത്യം? അല്ല, കള്ളം. പോടാ. നിനക്കിനെ ശരിക്കും ഇഷ്ടാണോ? ഒത്തിരി ഇഷ്ടാണ്. അയ്യോ, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? സോറി, എക്സൈറ്റ്മെന്റ്. അതെന്താ ഇത്ര എക്സൈറ്റ്മെന്റ്? പിന്നെ എത്ര വർഷം കോളേജിൽ ഞാൻ നിന്റെ പുറകെ നടന്നേ? സത്യം പറഞ്ഞ കോളേജിൽ എനിക്ക് നിന്നോട് തിരിച്ച് ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ബട്ട് കോളേജ് കഴിഞ്ഞിറങ്ങി വർക്കിനൊക്കെ കേറിയപ്പോ എന്തൊക്കെയോ മിസ് ചെയ്തു. എന്തൊക്കെയാ മിസ് ചെയ്തേ? അർജുൻ എന്ന വിളിയും പുറകെയുള്ള നടത്തവും എല്ലാം. ഹാ, വിധിയുടെ ഓരോരോ വിളയാട്ടങ്ങൾ. എന്നാ ഞാൻ പോട്ടെ. ശരി എന്നാ. അർജുൻ, കമ്പനി നന്നായി നോക്കണം കേട്ടോ. ആടാ, നോക്കാം. അമ്മ, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയുന്നേ. എനിക്കൊരാൾ ഇഷ്ടാ. അയാൾക്ക് എന്നെ ഇഷ്ടാ. ആരോ അനൂത്? എന്റെ കമ്പനിയിലെ CEO ആണമ്മ. എന്താ ഇത്, കേഡ്രാമയോ? യു ഷട്ടപ്പ്. പേരെന്താ? ആരവ്. ആളെങ്ങനെയാ? നല്ല ആളാച്ചാ. അങ്ങനെ മോശം സ്വഭാവമൊന്നുമില്ല. ഇപ്പൊ ആള് ബിസിനസിന്റെ കാര്യമായി ടോക്കിയോയിൽ പോയിരിക്ക. അത് കഴിഞ്ഞ് നിങ്ങളോട് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. ആണോ? എന്നാ വരുന്നേ? നെക്സ്റ്റ് വീക്ക് വരും. അനന്ത, ആരവ് വന്നിട്ടുണ്ട്. ആണോ? എന്നെ അവൻ വിളിച്ചില്ലല്ലോ. ടയേർഡ് ആയതുകൊണ്ടായിരിക്കും. ഹാ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാവേ. അഞ്ജു. പോടാ, പോയി ജോലി ചെയ്യടാ. ആ പോവാ. ആരവ്. അനന്ത, നീ എന്താ എന്നെ വിളിക്കാത്തെ? അത് പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ആ, പിന്നെ നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ ചെറുതായൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നീയും കൂടി വന്ന് പറയണം. നീ ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെ ഞാൻ എന്തിനാ പറയുന്നേ? എന്തോ ആരവ്, നീ വരണം. ആ ഓക്കെ, ഞാൻ വരാം. പിന്നെ ഞാനില്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടാവാൻ? വർക്കുള്ളതുകൊണ്ട് അതിന്റെ പ്രശ്നം പോയി. അപ്പൊ നീ എന്നെ മിസ് ചെയ്തില്ലേ? മിസ് ചെയ്യാതിരിക്കോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അത് കേട്ടാ മതി, അത് മാത്രം. എന്താ ആരവ്, എന്തു പറ്റി? ഹേ, കൊറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട്, അതാ. കൊറേ നാളോ? ആകെ കുറച്ചല്ലേ ആയതുള്ളൂ. അത് നിനക്ക്. എന്താ? ഹേ, ഒന്നുമില്ല, നീ പോയിക്കോ. ആ ശരി. പിന്നെ മോനെ, വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. അതമ്മ, അവൻ ഓർഫണാ. ഓ, അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അല്ലേ. അത് മതി. പിന്നെ കല്യാണം കഴിഞ്ഞ ഞാനും അനന്തയും മാത്രം. അതിനിടയിൽ ആരെയും വരെ ഞാൻ സമ്മതിക്കില്ല. ആരോ? അയ്യോ, നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട, ഞാൻ നോർമലി പറഞ്ഞതേ ഉള്ളൂ. നിനക്കെന്നെ ശരിക്കും ഇഷ്ടാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? നീ പറയേ. പിന്നെ ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ്. എന്തായാലും നിന്റെ പാരൻസിനോട് സംസാരിച്ചല്ലോ. നമ്മുടെ മാരേജിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതൊക്കെ പതുക്കെ നടക്കുമല്ലോ. പതുക്കെയോ? ഹാ, എന്താ നിനക്ക് വല്ല അത്യാവശ്യമുണ്ടോ? ഉണ്ട്. ഏ? അത് ഐ മീൻ, ഇപ്പൊ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം.